ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ മക്കളെ വിശേഷം? ഞാൻ സെലു കിച്ചൺ വാഴപ്പുരം. എല്ലാവരും പരാതി പറയുകയാണല്ലോ ചാനൽ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ആണ് ആ ചാനലിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ ഉണങ്ങിയിട്ട് ഹോർലിക്സ് കുടിക്കുകയാണ് മക്കളെ. ആകെ ക്ഷീണം. ഇന്നലെ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോയിരുന്നു പൂപ്പലത്തിൽ. അപ്പോഴേ എല്ലാവർക്കും സുഖമല്ലേ? കുറേ പ്രായം ചെന്ന ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അത് പൂക്കൾ കാണാൻ വന്നിരുന്നു. പടച്ചോനെ, അവരൊക്കെ എന്നെ ഫോട്ടോ വീഡിയോ എടുക്കാനും ഇത് നമ്മളെ സെലിത്താത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കൗത്തുക്കൂടെ കെട്ടി പിടിച്ച് ഉമ്മ വെക്കണു. ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നു. എൻ്റെ പൊന്നു മക്കളെ, പ്രവസ്റ്റ് കാണാൻ വന്നോലൊക്കെ എന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്, പ്രവറിലല്ല. അവർക്കൊക്കെ എന്നെയാണ് വേണ്ടത്. അല്ലാ, നിങ്ങൾ പൂവിനിക്കായും വലുത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോളോവർ ഒരുപാട് ഫാൻസുകൾ വന്നിട്ട് എന്തോ ഒരു സന്തോഷമാണ് ചിട്ടോ. ഞാൻ വന്നിട്ട് പിന്നാലെ വന്നിട്ട് അവരതൊന്നും അല്ല ആദർശിക്കണത്. അവരെല്ലാവരും എന്നെ ആദർശിക്കാനാണ്. അല്ലാ, സെലിത്ത വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രായം ചെന്ന ഉമ്മമാർക്കാണ് എന്നോട് വല്ലാത്ത മുഹബത്ത് കേട്ടോ. എന്താ നല്ലതായിട്ട് ഞാൻ ആദ്യം തന്നെ ഹോംനൈസായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു ഫീല് വെച്ചാൽ ഈ പ്രായമായ ആൾക്കാരെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അത് വയസ്സായ ഉമ്മമാരൊക്കെ പ്രത്യേകം വാത്സല്യമാണ്. അത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ. അവർ സലാം പറഞ്ഞതിനെ പിന്നെയും സലാം പറയാൻ്റെ അവർക്ക് ഇന്നെ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടം എന്ന് പറയുമല്ലോ. നമ്മളെ ഒരു ആളുകളെ ഇത്രമാത്രം സ്നേഹിക്കുക പോലും എങ്ങനെയൊരു പ്രകടിപ്പിക്കാനോ എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലായി പോയിട്ടോ. ഞാൻ തന്നെ അലിഞ്ഞു ചേർന്ന മാതിരി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ സെലിത്താ, അപ്പോൾ പൂക്കളല്ല വലുത്, നിങ്ങളാണ് ഞങ്ങൾക്ക് വലുത്, നിങ്ങൾ ഫാൻസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു തോളിൽ എല്ലാവരും കൂടെ ഓടിയിട്ട് പാട്ട് പാടലും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏതായാലും വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ജനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എത്ര 10-35 ആൾക്കാരുണ്ടാവും. ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ മാതിരി കുട്ടികളും മക്കളും. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ ആരാധകന്മാരോട് കിടന്ന് അറിഞ്ഞിക്കണു ഞാൻ. ആ പൂപ്പിൽ അതാണിത് ഫ്ലവർ ഷോ കാണാൻ പോയ ഞാൻ ഇന്നലെ വയനാട്. അപ്പോൾ നമ്മളെ സജിത്ത പനങ്കൊല റോയൽ സജിത്ത ഉണ്ടല്ലോ, അത് യൂട്യൂബർ, അതൊക്കെ ഇന്നെ തേടി വന്നവരാണെന്ന് വെച്ചാൽ അവർ ഈ സെലു കിച്ചൺ വളപുരത്തിനെ ഒരുപാട് ഇന്നിലൂടെയാണ് അവരൊക്കെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബറായത്. ആ സുമയത്ത നമ്മളെ തിരൂർ ഇവിടേക്കെത്തിയതും സൗഹൃദക്കൂട്ടത്തിലെത്തിയതും ഞാനാണ് കാരണക്കാരിയായ. ഈ സെലു കിച്ചൺ വളപുരം തന്നെയാണ് ഇവരൊക്കെ എൻ്റെ മുന്നിൽ പടച്ചോൻ എൻ്റെ മുന്നിലെത്തിച്ചതും. അവരൊക്കെ എനിക്ക് കിട്ടാൻ കാരണം, സൗഹൃദം കൂടാൻ കാരണം. പക്ഷേ ഞാൻ ഒരു യൂട്യൂബർ എന്ന നിലക്കല്ല, ഒരു സഹോദരമായിട്ടുള്ള വാത്സല്യത്തോടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്ര ഡിമാൻഡ് കാര്യങ്ങളൊന്നുമല്ല ഞാൻ അതിൽ ചിത്രിച്ചത്. ഒരു യൂട്യൂബർമാരെ ഡിമാൻഡൊന്നും ഞാൻ കാണിക്കുന്നില്ല. എല്ലാവരും പലതും പറഞ്ഞോട്ടെ, അവർക്കൊന്നും നമ്മൾ പറയണമെന്നൊന്നും എതിരെടുക്കാൻ കഴിയുന്നില്ല. നമ്മളെ സുഹൃത്ത് ഫ്രണ്ട് നമ്മളെ 10 റുപ്യ കട അവിടെ അല്ലേ ബൈപ്പാസിലുള്ള നമ്മളെ സുഹൃത്ത് തന്ന കമ്മലാണ്. ഒരു പ്ലേറ്റ് കമ്മലുണ്ട്, വെറൈറ്റി മോഡൽ കമ്മലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ എന്ത് രസമുള്ള കമ്മലുകളാക്കണേ. ഇതിപ്പോൾ ആരും തരില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നതാണ് ഇതൊക്കെ. എന്താ പെരിന്തൽമണ്ണയുള്ള സുഹൃത്ത്, അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ അവരെ ഭാര്യയ്ക്ക് കൊണ്ടുപോയിക്കൂടെ. പക്ഷേ എന്നല്ലേ അവർ തിരഞ്ഞെടുത്തത്. ഈ സെലു കിച്ചൺ വളപുരം ഭയങ്കര ഭാഗ്യമുള്ളവളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കാം, ഇത്രയും കമ്മൽ നമ്മൾ എത്ര വില പിടിച്ച കമ്മലാണെന്നറിയോ നമുക്ക് വേണ്ടിയിട്ട് തന്നത്. അത് കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട്
എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് കുട്ടികൾക്ക്. എൻ്റെ കട്ട ചങ്കളാണത്. ഒരാളും അത് എവിടെ ചെന്നാലും താത്ത നിങ്ങൾ ഒറ്റയ്ക്ക് പോവരുത്, താത്ത നിങ്ങൾ എൻ്റെ കൂടെ പോരി, എനിക്ക് ജ്യൂസ് വാങ്ങിത്തരാം. അപ്പോൾ പറഞ്ഞു താത്താൻ്റെ കുട്ടികൾ പറഞ്ഞതിന് നന്നായി നല്ലത് പറഞ്ഞിട്ടോ. ഒരുപാട് പെരിന്തൽമണ്ണയുള്ള ഒരു സുഹൃത്ത് എൻ്റെ ബസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജെസ്സിനെ അവരൊന്നും കാണാനില്ലാതായിട്ടോ, തിരക്കിൽ പെട്ട് പോയിട്ട് ഞാൻ ആകെ ടയേർഡായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ എല്ലാ ഫാൻസുകളും നമ്മളെ വീഡിയോ എടുക്കണം, ടയേർഡായതൊന്നും അവർക്ക് ആർക്കും അറിയണ്ട. ഇത്താനെ വീഡിയോ എടുക്കണം, ഇത്താനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ മക്കളെ കമ്മലുകളൊക്കെ. ഒരുവിധം മോഡൽ കമ്മലാണല്ലോ കേട്ടോ. ഇതിനൊക്കെ നല്ല വില പിടിച്ച കമ്മലാണ്. കുറച്ച് നല്ല റൈറ്റ് വരുന്ന കമ്മലാണ്. ഇതൊക്കെയാണ് ആ തന്നിക്കണം എൻ്റെ ഫ്രണ്ട്. പുണ്യം കിട്ടട്ടെ പഠിച്ചോലെ. മീൻ ഏർപ്പല്ല മീൻ അങ്ങനെ ആരും തരില്ല, നമ്മളെ നാട്ടുകാർ പോലും തരില്ല. അവർ ഇത്തരം ഒരു എന്നിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരത്തിക്ക് ചെസ്സിക്ക് കൊടുത്തു, സപ്പൂസിന് കൊടുത്തു, ഈ റാബിയ നൗഷുവിൻ്റെ കുട്ടിക്ക് കൊടുക്കണം. എനിക്ക് എല്ലാവരും ഒറ്റ ചങ്കളാണ് കേട്ടോ, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ റാബിയ നൗഷുവിൻ്റെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓളിങ്ങനെ സെലോ ഓളാണ് ബുള്ളറ്റ് മാനിക്കാടെ കൂടെ ആദ്യം പരിചയമായത്. ബുള്ളറ്റ് മാനിക്കന്നെ പരിചയമായി കൊടുത്ത് തന്നു തന്നെയാണ്. അങ്ങനെ ഓരോ ഫ്രണ്ട്സിനെയും കിട്ടിയത് മാനിക്കാടെ ഒരു പ്രകടനോളം ഇന്ന ഒരു ഇൻ്റർവ്യൂ എടുക്കാനോ ഒക്കെ പറഞ്ഞു തരാനൊക്കെ മാനിക്കാട് സപ്പോർട്ട് തന്നെയാണ്. ബുള്ളറ്റ് മാനിക്കാൻ നമ്മളെ ബോസ് തന്നെയാണ്. അത് ഒരിക്കലും അല്ലാതെ ഇരിക്കൂല മക്കളെ. എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ കൈയിട്ട് അബദ്ധത്താൽ പോയതാണ് ചാനൽ. എല്ലാവരും വിചാരിക്കുന്നു എൻ്റെ അഹങ്കാരം കൊണ്ട് യൂട്യൂബ് റിപ്പോർട്ട് അടിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു, എനിക്ക് യാതൊരു വിരോധവുമില്ല. എനിക്ക് എന്നാൽ ഈ ഒരു വാതിലടയുമ്പോൾ 10 വാതിലൊപ്പം തുറക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. എനിക്കങ്ങനെ ഗെയിമിങ് ഡിമാൻഡൊന്നുമില്ല. പക്ഷേ ഒന്നല്ലെങ്കിൽ എനിക്ക് ഒന്നുണ്ട്, ഒരു ഹോം നൈസ് ജോലി 20,000 ഉറുപ്പ്യ ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സെലിബ്രിറ്റി ആകുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പോവാത്തത്. കുറച്ച് ടൈറ്റ് ആയിക്കണു. അതൊക്കെ ചെയ്തിന് അത്ര ബുദ്ധിയിലുള്ള ആളെന്നല്ല. ജോലി ചെയ്തിട്ട് അന്തസ്സോടെ എനിക്ക് നല്ല ആരോഗ്യം പഠിച്ചോന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എത്ര ഹോം നൈസിനെ ഈ കൈ കൊണ്ട് എടുത്ത് കൊഞ്ചിച്ച ആളാണെന്നറിയോ. ഞാൻ എവിടെയും തോറ്റു പോകില്ല മക്കളെ. എനിക്ക് ചേർത്ത് പിടിക്കാൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അത് ഞാൻ ഒരാളും എന്നെ പരിഹസിച്ചോട്ടെ, ഞാൻ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകണം. എന്താ കമൻറ്റ് വായിക്കാൻ അറിയായിട്ടല്ലല്ലോ, കമൻറ്റ് വായിക്കണുണ്ട്. പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, നെഗറ്റീവ് ഞാൻ എടുക്കില്ല. പക്ഷെ അത് ഞാൻ അറ്റൻഡ് ചെയ്യും പോലും ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ, എനിക്കിഷ്ടപ്പെട്ടത് നല്ല കമൻ്റാണെങ്കിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്യുള്ളൂ, മറ്റേ കമൻ്റൊന്നും ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ നോക്കാണി പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാണാൻ കമ്മൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് നല്ല മോഡൽ കമ്മല. അപ്പോൾ അവർക്കറിയാം എൻ്റെ മോഡൽ കമ്മൽ. ഇത്ര ആരും ഒരു കമ്മൽ നമുക്ക് ഓഫറായി തരില്ല. അതിൻ്റെ ഒരു നന്മയാണ് ഇതൊക്കെ. ഓക്കെ, ഈ നന്മ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് അങ്ങനെ ഞാൻ വിചാരിക്കണം. എല്ലാവർക്കും വേണ്ടി നല്ല ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുക. അവർക്കൊരു പുണ്യം കിട്ടും എനിക്ക് തന്ന്. എപ്പോഴും പറയാറുണ്ട്, ബർക്കത്തുണ്ട് താത്ത, ബർക്കത്തുണ്ട്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമുക്കൊരു ബർക്കത്തുണ്ടെന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണ്. ഇതന്ന് ഞാൻ ബാഗ് മേടിച്ചത്, സപ്പൂസ് പേഴ്സ് മേടിച്ചേക്കണം. കാരണം എൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ബാഗും അതാ എൻ്റെ പേരിൻ്റെ അക്ഷരം എസ് ഇതാ. അതിമൊരു കില്ലം തുടങ്ങിയൊരിത് ഇതാ. എത്ര കളറുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് രണ്ട് കളർ അതിലുണ്ട്, ഇപ്പുറത്തൊന്നുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാ നമുക്ക് ചില്ലറ പൈസ ഇടാൻ പറ്റിയത് ഒരു കളറുണ്ട്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാ ഇവിടെ 2 കളറ് വരുന്നുണ്ട്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ കുത്തിത്തരച്ചിരിക്കുകയാണ് അവർ കേട്ടോ. പിന്നെ ഇപ്പുറത്തൊരു കളറ് വരുന്നുണ്ട്. ഇതന്നെ മാക്സിമം നമ്മൾക്കൊരു സാധാരണ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലത്തെ ഷൂ ഉണ്ട്, ഡ്രസ്സും ഉണ്ട്. അത്
ഞാൻ നാൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പ്രൊമോഷനായിട്ട് അത് ഡ്രസ്സ് എടുക്കാൻ ഒരു വീഡിയോ അതുണ്ടായി. എന്നിട്ട് അവിടെ ഒരു പ്രൊമോഷനായിട്ട് ആ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തും കൊണ്ട് പോന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇക്കാനോട് പറഞ്ഞു എനിക്ക് ഒരു പ്രൊമോഷൻ കാട്ടി എനിക്ക് ആ ചുരിദാർ വല്ലാതെ ഇഷ്ടമായി, ഇന്നാ സെലൂക്കിച്ചേണേ നിങ്ങൾ പ്രൊമോഷൻ ചെയ്തോളീട്ടാ. അവർ ഷൂവും തന്നു, ചുരിദാറും തന്നു. അതിലേക്കുള്ള ബാഗാണ് നമ്മളിപ്പോൾ ഈ സെറ്റാക്കി കൊടുത്തിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ ബാഗ്? പേരിൻ്റെ അക്ഷരം വരുന്ന എസ് ഇതാ. സെലൂക്കിച്ചേൺ വളപുരത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ബാഗാണിത്. 200 രൂപ മാത്രം. നമ്മളെ മുട്ടായി തെരുവ് കാലിക്കറ്റിൽ എന്ത് മനോഹരമായ ചെരുപ്പുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കൂ. ഞാൻ ആ കടയുടെ അത് ഉണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാനും സപ്പൂസും കൂടെ പോയത് കേട്ടോ. സപ്പൂസിന് മുട്ടായി തെരുവ് കാണിച്ചു കൊടുക്കാൻ പോകേണ്ടതാണ് കേട്ടോ. ബീച്ചിക്ക് പോകാൻ പറ്റില്ല, അവൻ്റെ കുട്ടിക്ക് അത് പറ്റില്ല കേട്ടോ. അപ്പോൾ മുട്ടായി തെരുവ് പോയി ഓള് പേഴ്സ് എടുത്തു, പിന്നെ കുട്ടികൾക്ക് ക്യാമറ അങ്ങനെ അതൊക്കെ എടുത്തു. ഇങ്ങനെ ഉണ്ട്, സൂപ്പറായിട്ടില്ല മക്കളെ. ഇങ്ങനത്തെ ഡ്രസ്സും അതുപോലെ ഇപ്പം ഡ്രസ്സൊക്കെ അനുസരിച്ച ബാഗും ഒക്കെ മക്കളെ കോളടിച്ചിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂലയിൽ വേദന പറയുമ്പോൾ കൊടുക്കും പോലെ നമ്മളൊരു ക്ഷീണം വരുമ്പോൾ ഹോർലിക്സും കുടിക്കണം. പക്ഷേ നമ്മളെ ഉസ്താദന്മാർ നല്ല ഉസ്താദന്മാരാണ് കേട്ടോ. പാവങ്ങൾ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സിറാത്ത് ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടി സെലൂക്കിച്ചന് ഭയങ്കര ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ എല്ലാ ഉസ്താദന്മാർക്കും വയല് പറയുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടം കേട്ടോ. ഞങ്ങൾ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോൾ പിന്നെ തോറ്റ് പഠിക്കാൻ എനിക്കത്ര മോഹമില്ല. അപ്പോൾ പിന്നെ തോറ്റ് പഠിപ്പിക്കലാണ് മിക്കവാറും. സ്കൂളിൽ പോകാനും ഭയങ്കര മടിച്ചായിരുന്നു കേട്ടോ. വാടത്തിൽ കൂടെ ഒക്കെ മണ്ട സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നല്ല അടിയും കിട്ടിയിരുന്നു. ഭയങ്കര കുറുമ്പത്തിയായിരുന്നു കേട്ടോ. ഉസ്താദന്മാരെ കാണുമ്പോൾ വടി കാണുമ്പോഴത്തേന് ഞാൻ വറക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ചോട്ടിൽ ഒളിച്ചിക്കുക. അങ്ങനെ ഒരുപാട് അടി കിട്ടി ഇടങ്ങേറായി നിലക്കെത്തിയിട്ട് ആ യൂട്യൂബർ ഒരു കുസൃതി കുട്ടിയാണ് ഇപ്പം നിങ്ങളെ ഈ മുന്നിലുള്ള ഈ യൂട്യൂബർ. ഭയങ്കര വാശിയും കുറുമ്പും അല്ലാത്ത ഒന്നും ഉണ്ടായില്ല. മനസ്സിലിപ്പോൾ കളങ്കമില്ലാത്ത നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു യൂട്യൂബറാണ് നിങ്ങളെ മുന്നിലിരിക്കണേ മക്കളെ. ഭയങ്കര ദേഷ്യമാണ്, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ എന്നാലോ ആ ദേഷ്യം അധികമൊന്നും നിലനിൽക്കില്ല, പെട്ടെന്ന് തന്നെ അത് ദേഷ്യം ഓപ്പണാവും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് സാഹചര്യത്തിൽ കൂടെ. അപ്പം നമ്മൾ കുറേ ഫോളോവർ അവിടെ നിന്ന് വെച്ച് കണ്ടു. ഉമ്മമാരൊക്കെ സലാം പറഞ്ഞിട്ട് തന്നെ പിന്നെയും സലാം പറയാം. എൻ്റെ പൊന്നു മക്കളെ എന്തോ സന്തോഷമാണ് കേട്ടോ. പ്രായമുള്ള ആൾക്കാരാണ് നമ്മളെ സെലുത്ത ഒരു ഫോട്ടോ എടുക്കാതെ പോകാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയണേ. എന്തോ ഒരു നിങ്ങൾ കണ്ടു, അങ്ങനെ കണ്ടു, കൂട്ടി പിടിച്ച് ഉമ്മ വെക്കണു. എൻ്റെ റബ്ബേ, എൻ്റെ വല്യമ്മമാരത്തു നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ എനിക്ക് എൻ്റെ ഫോളോവർ അടുത്തു നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ വല്യമ്മയാണെങ്കിലോ കീരും പാമ്പോട്. വല്യമ്മക്ക് പൈസ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അതിൻ്റെ പൊന്നു മക്കളെ പൈസയുടെ ഒരു സാഹചര്യത്തിലോ കീരും ഞാൻ തന്നെ നെക്കി ആ ഡിലേറ്റഡാക്കി കളഞ്ഞു. ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഒപ്പം നടന്നോളൂ, അത് എങ്ങനെ ഡിലേറ്റ് ചെയ്ത് കളയൊന്നും ചെയ്യില്ല. എനിക്ക് അതൊരു കുഴപ്പമില്ല, ആര് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ ചങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ വരയിൽ അപ്പുറം കിടക്കൂല. പിന്നെ ഷാനു എന്ന് പറഞ്ഞ സാധനതാ, സാനു ഷമീർ എന്ന് പറഞ്ഞ ആളില്ല. അതും എൻ്റെ ഇതിക്ക് വരുന്ന ഒരു പാട്ടുമായിട്ടാണ്. ആ പാട്ട് പാടിയിട്ട് അവനക്ക് ഇഷ്ടപ്പെട്ടതിന് അവനോട് നന്ദി പറഞ്ഞ കാരനാണ് അവന്. അപ്പം എനിക്ക് തോന്നിയൊരു കൗതുകം, ഈ കുട്ടിയുടെ കൂടെ പാട്ട് പാടിയാൽ അതൊരു ഇഷ്ടം തോന്നി. അപ്പോൾ കുട്ടീനെ വിളിക്കാതെ ഞാൻ കുറേ പിന്നാക്കം തോന്നി. ഞാനൊരു യൂട്യൂബറാന്ന്, നിങ്ങൾ ഇങ്ങോട്ടാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ ഒരേ കുസൃതിയൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നല്ല തലവേദന, അത് പനിയുണ്ടായിരുന്നു, ടയേർഡായി നിൽക്കുന്നുണ്ട്. നല്ല ഈ കുട്ടി അല്ലാതെ ഓഫറാക്കിയിട്ടാണ് എന്നോട് പറഞ്ഞ്. ഷാനു ഷമീർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് മക്കളെ. ഒരാൾക്കും ഒരു ഉപകാരം ഈ ഒരു കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത ആരും നിൽക്കൂല. സ്വന്തം ആൾക്കാർ തന്നെ അവരെ കാര്യം നോക്കി സ്വന്തമാറ്. ഈ കുട്ടി എന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടിയുടെ നമ്പർ വിളിച്ചു. അപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു,
അപ്പം അങ്ങക്ക് പാട്ട് പാടാൻ ആഗ്രഹമുണ്ടായി അപ്പോൾ എല്ലാതും അപ്പം ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ആകെ നിരാശക്കാമുകനായി, അല്ല ഇതായിട്ടോ. അപ്പോഴേ സോറി, അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ താത്ത ഞാൻ അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരും ഇവിടുന്ന് കൂടാതെ പറഞ്ഞു. ഞാൻ എല്ലാതും സെറ്റാക്കിയിട്ട് സെലുത്താത്ത എനിക്കൊരു പാട്ട് പാടാൻ നിങ്ങളെല്ലാം ആഗ്രഹം പറഞ്ഞത് എല്ലാതും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സാഹചര്യത്തിൽ ഭയങ്കര ടയേർഡായിരുന്നു. എന്നാലും പടച്ചവരോട് ആഫിയത്തും നൽകിയിട്ട് ഞാൻ പോയി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിന് ധൈര്യമോ ഇല്ലാത്ത പാട്ടൊക്കെ പാടും ചെയ്തു. എന്താ വെച്ചാൽ കുറച്ച് പാട്ടേ എനിക്ക് അറിയുള്ളൂ. അതിമ്മ കൂടെ താളം പിടിച്ചൊരു പാടും ചെയ്തു. ആ മോഹം സാധിപ്പിച്ച് തന്ന ഒരു കുട്ടിയാണ് ഷാനുവിനെ കുറിച്ച് ഇതൊന്നും വടക്കാതിരിക്ക് വായിലോട്ട് ഇതാക്കിട്ട്. അങ്ങനെ ഒരു കാലത്ത് ഒരാളും സഹായിക്കാനേ ഇല്ലാതെ ഒറ്റയ്ക്ക് എന്താണ് പരസ്യം ചെയ്താൽ പൈസ വാങ്ങാനും എനിക്കിതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ കുറേ ആൾക്ക് ഓഫർ ചെയ്ത് കൊടുത്തുക്കോളും. അത് പഠിച്ചോണ്ടിടത്ത് നമുക്ക് പുണ്യം കിട്ടിക്കോളും. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കമൻറ്റ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ല നമ്മളെ ഫ്രണ്ട് എന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. ഇതാ കമ്മലൊക്കെ എന്തിനുണ്ട് മക്കളെ, എല്ലാതും കൊണ്ടുണ്ട്. പക്ഷേ സന്തോഷമുണ്ട്, റാഹത്തുള്ള എല്ലാം അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാ സപ്പോർട്ടും നമുക്കുണ്ടായിരിക്കണം. ഇനി ഇവിടെ തുടർന്ന സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും ഇവരാണ് നമ്മളെ കാര്യം കേട്ടോ. അപ്പോൾ ഈ സെലു കിച്ചൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ സ്നേഹിച്ചിട്ടും ഇതായിട്ടും ഒരു കമ്മിയും ഡിമാൻഡ് ഒന്നുമില്ല മക്കളെ. നിങ്ങൾ നാച്ചുറലായിട്ട് നിങ്ങളെ മുന്നിലിരിക്കണ സെലു കിച്ചൻ. നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളി, സ്നേഹം കൊണ്ട് ഞാൻ തരും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അസ്സലാമു അലൈക്കും ഉമ്മ.